നമസ്കാരം. മസിൽ ബിൽഡ് ചെയ്യാനായി പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നവരോ ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നവരോ ആണോ നിങ്ങൾ? പ്രോട്ടീൻ ടോക്സിസിറ്റിയെ പറ്റിയും അതുമൂലം കിഡ്നിക്കും ലിവറിനും ഉണ്ടാകുന്ന തകരാറുകളെ പറ്റിയും അറിയാതെ പോകരുത്. പ്രോട്ടീൻ പൗഡർ സീരീസിലെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അളകനന്ദ. പ്രോട്ടീൻ പൗഡറിന്റെ ശരിയായ രീതിയിലും അനുയോജ്യമായ അളവിലുമുള്ള ഉപയോഗം ആരോഗ്യത്തിനും, എന്നാൽ അല്ലാത്ത പക്ഷം അത് വളരെ വലിയ ആഘാതവും ഉണ്ടാക്കാറുണ്ട്. പ്രോട്ടീൻ ടോക്സിസിറ്റി എന്താണ്, അതിൻ്റെ ലക്ഷണങ്ങൾ, കാരണങ്ങൾ, മാനേജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. പ്രോട്ടീൻ ടോക്സിസിറ്റി എന്ന് പറയുന്നത് കൂടുതൽ അളവിൽ പ്രോട്ടീൻ കഴിക്കുന്നത് കൊണ്ടോ, പ്രോട്ടീൻ മെറ്റബോളിസം ശരിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ടോ, ഈ പ്രോട്ടീൻ്റെ ദഹന പ്രക്രിയയുടെ ഫലമായിട്ടുണ്ടാകുന്ന നൈട്രോജീനസ് വേസ്റ്റുകളായിട്ടുള്ള അമോണിയ, യൂറിയ തുടങ്ങിയവ ശരിയായ രീതിയിൽ കൃത്യമായി ശരീരത്തിൽ നിന്ന് പുറന്തള്ളാത്തത് കൊണ്ടോ ഉണ്ടാകുന്ന, ശരീരത്തിന് വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഈ പ്രോട്ടീൻ ടോക്സിസിറ്റി എന്ന് പറയുന്നത്. പ്രോട്ടീൻ ടോക്സിസിറ്റിയുടെ കാരണങ്ങൾ ഇവയാണ്: ക്രോണിക് കിഡ്നി ഡിസ്ഫങ്ഷൻ, ലിവർ ഡിസ്ഫങ്ഷൻ, ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന വൃക്കകൾക്കോ കരളിനോ ഉണ്ടാകുന്ന തകരാറുകൾ, അതുപോലെ തന്നെ കൂടുതൽ അളവിൽ പ്രോട്ടീൻ ആഹാരത്തിലൂടെയോ അല്ലെങ്കിൽ സപ്ലിമെൻ്റ് ആയിട്ടോ എടുക്കുന്നത്, ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം. മറ്റൊന്നാണ് അൺസർട്ടിഫൈഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ റെപ്യൂട്ടഡ് അല്ലാത്ത ബ്രാൻഡിൻ്റെയോ പ്രോട്ടീൻ പൗഡറിൽ ചിലപ്പോഴെങ്കിലും ഹെവി മെറ്റൽസ് ആയിട്ടുള്ള ആർസനിക്, കാഡ്മിയം, മെർക്കുറി, ലെഡ് തുടങ്ങിയവ കലരാറുണ്ട്. അതുപോലെ തന്നെ കീടനാശിനികൾ ചേർക്കാറുണ്ട്. അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള ഹോർമോൺസുകളോ ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജന്റുകളോ മറ്റ് അഡിറ്റീവ്സുകളോ ചേർക്കുന്നത് മൂലവും പ്രോട്ടീൻ ടോക്സിസിറ്റി ഉണ്ടാകുന്നതാണ്. പ്രോട്ടീൻ്റെ ദഹന പ്രക്രിയയുടെ ഫലമായിട്ടുണ്ടാകുന്ന യൂറിയ കിഡ്നിയിലൂടെയാണ് ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നത്. എന്നാൽ ദീർഘകാലമായി കിഡ്നി ഡിസ്ഫങ്ഷൻ ഉണ്ട് എങ്കിൽ, ക്രോണിക് കിഡ്നി ഡിസീസ് പോലെയുള്ള അവസ്ഥയുണ്ട് എങ്കിൽ, ഈ യൂറിയ ശരിയായ രീതിയിൽ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാതെ ഇരിക്കുകയും അത് ശരീരത്തിൽ കിഡ്നിയിൽ കൂടുതലായി തങ്ങി നിൽക്കുകയും അതിൻ്റെ ഫലമായിട്ട് യുറീമിയ എന്ന് പറയുന്ന ഒരു ക്ലിനിക്കൽ കണ്ടീഷൻ ഉണ്ടാക്കാറുണ്ട്. ഓൾറെഡി ലിവർ ഡിസീസ് ഉള്ള ഒരാൾ അനുയോജ്യമല്ലാത്ത കൂടുതൽ അളവിലുള്ള പ്രോട്ടീൻ പൗഡർ കഴിക്കുക മൂലം പ്രോട്ടീൻ പൗഡറിൻ്റെ മെറ്റാബോളിസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന അമോണിയ എന്ന് പറയുന്ന ആ ഒരു പദാർത്ഥം യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടാതെ ലിവറിൽ കൂടുതലായി തങ്ങി നിൽക്കുകയും അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ രക്തത്തിലുള്ള അമോണിയയുടെ അളവ് കൂടുകയും, ഈ അമോണിയ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്, നമ്മുടെ തലച്ചോറിന് ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന ഒരു പദാർത്ഥമാണ്. അതിൻ്റെ ഫലമായിട്ട് കൺഫ്യൂഷൻ, കോമ തുടങ്ങിയ അവസ്ഥകളിലേക്ക് വരെ എത്തിക്കാറുണ്ട്. പ്രോട്ടീൻ ടോക്സിസിറ്റിയുടെ ലക്ഷണങ്ങൾ ഇവയാണ്: ഗ്യാസ് ട്രബിള്, വയറ് വീർത്ത് വരിക, അസിഡിറ്റി, ലൂസ് മോഷൻ, അതുപോലെ തന്നെ മലബന്ധം, ക്ഷീണം, ഓക്കാനം, ഛർദി, മസിലിൽ തുടിപ്പുണ്ടാവുക, മസിൽ കയറുക, അതുപോലെ തന്നെ അമോണിയ രക്തത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ അല്ലെങ്കിൽ മെൻ്റൽ ഫോഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതുപോലെ തന്നെ അപസ്മാരം, സീഷേഴ്സ്, അവസാനം അത് കോമ എന്ന് പറയുന്ന ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരെ ചെന്നെത്തിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡർ ദീർഘകാലം ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് വെയിറ്റ് കൂടുന്നതിനും അതുപോലെ തന്നെ ഹോർമോൺസ് ഇംബാലൻസിനും, അത് പുരുഷന്മാരിലാണെങ്കിൽ ഉദ്ധാരണക്കുറവിനും വന്ധ്യതയ്ക്കും വരെ കാരണമാകാറുണ്ട്. പ്രോട്ടീൻ ടോക്സിസിറ്റിയിൽ ചെയ്തു വരുന്ന ബ്ലഡ് ടെസ്റ്റുകൾ ഇവയാണ്: LFT, RFT, BUN എന്ന് പറയുന്ന ബ്ലഡിലുള്ള യൂറിയ നൈട്രജൻ, അതുപോലെ തന്നെ സെറം അമോണിയ, യൂറിൻ അനാലിസിസ്, ബ്ലഡിലെ ക്രിയാറ്റിനിൻ. പ്രോട്ടീൻ ടോക്സിസിറ്റിയുടെ മാനേജ്മെൻറ്റുകൾ ഇവയാണ്: കിഡ്നിക്കും ലിവറിനും ഡാമേജുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അനുയോജ്യമായ ചികിത്സ എത്രയും വേഗം തന്നെ എടുക്കേണ്ടതാണ്. കിഡ്നി ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡയാലിസിസും, അല്ലെങ്കിൽ ലിവറിനാണ് അമോണിയ കെട്ടിക്കിടന്നിട്ടുണ്ടാകുന്ന ഡാമേജ് എങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള മറ്റു മരുന്നുകളും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതാണ്. പ്രോട്ടീൻ പൗഡർ എടുക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡർ വാങ്ങി ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണോ എന്നും, അതുപോലെ തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വായിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മിനിമം അഡിറ്റീവ്സ് ആഡ് ചെയ്തിട്ടുള്ളതും ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജൻറ്റുകളും ഷുഗറുകളും ഉള്ളതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്ന മറ്റ് പദാർത്ഥങ്ങൾ, ഗ്ലൂട്ടനോ ലാക്ടോസ് ഇൻടോളറൻസ്, പാലിൽ നിന്നുണ്ടാക്കിയ വേ പ്രോട്ടീൻ അല്ലെങ്കിൽ കസീൻ പ്രോട്ടീനൊക്കെ ആണ് എങ്കിൽ ലാക്ടോസ് ഇൻടോളറൻസ് പോലുള്ള അലർജിക് കണ്ടീഷനുകളും ഉണ്ടാവാറുണ്ട്. അപ്പം അതൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ പ്രോട്ടീൻ പൗഡറിൽ ഹെവി മെറ്റൽസ് ഒന്നും ചേർന്നിട്ടില്ല എന്നും ഉറപ്പ് വരുത്തേണ്ടത് നിർബന്ധമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ